വിണ്ണിലെ വാതായനങ്ങൾ തുറന്നിട്ട് അവൾ ആകാശവിഹായുസിലേക്ക് ദൃഷ്ടികൾ പായിച്ചു. സ്വർഗലോകത്തിന്റെ ജനൽപ്പാളികളിലൂടെ തന്നെ കാത്തു പരിപാലിക്കുന്നവന്റെ ദൃഷ്ടികൾ എന്നിൽ സംരക്ഷണ വലയം തീർക്കുന്നുവോ? വചനം ആധ്യാത്മികതയുടെ വേരുകൾ തീർത്ത് ജീവിതത്തിനെ ഗ്രസിച്ച നാളുകളിൽ പ്രിയ ആദ്യമൊന്ന് അമ്പരന്നിരുന്നു. കാർമേഘങ്ങൾ പൂക്കുകയും കൊഴിയുകയും ചെയ്യുന്ന ദിനരാത്രങ്ങൾ വേവലാതികൾ പൂണ്ട വേപത്തുക്കളോടെ ഒറ്റക്കിരുന്ന് വിതുമ്പും. ജീവനും ജീവിതവും നാഥനിൽ സമർപ്പിച്ച് ദൈവവേലയുടെ അനിർവചനീയമായ നിമിഷങ്ങളിൽ സായൂജ്യം കണ്ടെത്തിയ വചനപ്രഘോഷകൻ. രമ്യമോഹവലയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് കുരിശിന്റെ നിഴലിൽ രക്ഷയുടെ മാർഗം കണ്ടെത്തിയ എൽവിസ് എന്ന വചന പ്രചാരകൻ. We don't speak about the soul. ആത്മാവിന്റെ വിലയെ കുറിച്ച് നമുക്കറിവില്ല. ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്നരുൾ ചെയ്ത നാഥന്റെ പന്ഥാവിൽ സുവിശേഷ വേലയുടെ മാനങ്ങൾ തിരയുകയും കണ്ടെത്തുകയും അത് ലോകത്തിന് പകർന്നു നൽകുകയും ചെയ്തുകൊണ്ട് എൽവിസ് കോട്ടൂരാൻ ഇന്ന് വചനപാതയിലാണ്. ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി മുഴുവൻ സമയവും നിങ്ങൾ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. പ്രിയയുടെ വിവാഹിത ജീവിതത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ആധ്യാത്മിക ജീവിതം? വിവാഹ ജീവിതത്തിന് മുമ്പ് ഞാൻ വലിയൊരു ദൈവാനുഭവമുള്ളൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. സാധാരണ ഒരു പള്ളിയിൽ പോകുന്നൊരു ക്രിസ്ത്യാനി, അത്രേ ഉള്ളൂ. എന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കർത്താവിന് വേണ്ടി ജീവിതം മാറ്റി വച്ചിരിക്കുന്ന ആളാണ്, ജീവിതകാലം മുഴുവനും ഈശോയ്ക്കുള്ളതാണ്, ഇനി ഈശോയുടെ വേലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്, ഞാനൊരു തീവ്രവാദിയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഇതെന്താണെന്ന് ഒന്നും മനസ്സിലാവാതെ വെറുതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, ബ്ലിങ്കടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ പറഞ്ഞു, ഒത്തിരി സഹനങ്ങളുണ്ടാവും, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളെല്ലാം നേരിടേണ്ടി വരും, ഒത്തിരി സഹനങ്ങൾ നേരിടേണ്ടി വരും, അതിനെല്ലാം തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവാതിരുന്നത് കൊണ്ട് എനിക്കൊന്നും പിടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, കർത്താവിന് വേണ്ടിയല്ലേ, എന്തായാലും ഒരു നല്ല കാര്യമല്ലേ, ഞാൻ എല്ലാത്തിനും സപ്പോർട്ടാണ് എന്നൊരു യെസ് മൂളി. വലിയൊരു യേസായിരുന്നു അത്. അന്ന് അറിവില്ലായ്മയിലൊരു യേസ് ചുമ്മാ അങ്ങ് പറഞ്ഞുവെങ്കിലും അതായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ തുടക്കം. പിന്നീട് ജീവിതത്തിൽ പടിപടിയായിട്ട് കർത്താവ് ശരിക്കും ദൈവത്തിൻ്റെ അനുഭവം എനിക്ക് ഉണ്ടാവുകയാണ് ചെയ്തത്. ഓരോ സഹനങ്ങൾ വരുമ്പോഴും വിഷമങ്ങൾ വരുമ്പോഴും പല പല എക്സ്പീരിയൻസിലൂടെ ശരിക്കും ദൈവത്തെ അറിയുകയാണ് ചെയ്തത്. പടിപടിയായിട്ടാണല്ലോ എൽവിസ് ഇങ്ങനെ ഒരു ശുശ്രൂഷകനാണെന്ന് പ്രിയയ്ക്ക് മനസ്സിലായത്. അപ്പോൾ പ്രിയ എങ്ങനെയാണ് ഈ ശുശ്രൂഷയെ നോക്കിക്കണ്ടത്? കർത്താവിന് വേണ്ടി തന്നെ ജീവിതം മാറ്റിവെച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല, ഇതെന്താണ് കാണിക്കുന്നത്, എന്തിനാ ഇത്രയധികം കർത്താവിന് വേണ്ടി ഓടേണ്ട ആവശ്യമുണ്ടോ, നമ്മളൊക്കെ ഒരു പരിധിക്കപ്പുറത്ത് ഒരു ക്രിസ്ത്യാനി, നമ്മൾ അങ്ങനെയാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. പക്ഷെ പിന്നീട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പലതും മനസ്സിലായിരുന്നില്ല. ഈ ദശാംശം കൊടുക്കുന്ന കാര്യങ്ങളും കർത്താവിന് വേണ്ടി വില കൊടുക്കേണ്ട കാര്യങ്ങളും അതൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. പടിപടിയായാണ് ശരിക്കും ഓരോ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം എന്നെ പഠിപ്പിച്ചത്. എനിക്ക് ദൈവാനുഭവം ഉണ്ടായത് തന്നെ സഹനങ്ങളിലൂടെ തന്നെയാണ്. ഒറ്റയ്ക്കായിരുന്നു മക്കൾ കൂടുതലുണ്ടായപ്പോഴും പിന്നെ എലിച്ചേട്ടൻ ഇല്ലാതിരുന്ന സമയത്തും ഒക്കെ അങ്ങനെ ദൈവം ശക്തമായി ഇടപെട്ട് അങ്ങനെയായിരുന്നു എനിക്ക് ദൈവാനുഭവം ഉണ്ടായത്. അങ്ങനെയാണ് ആരാണ് ദൈവമെന്നും ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും എല്ലാം ഞാൻ അനുഭവിച്ച ആ സമയത്തായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അർത്ഥം മനസ്സിലായി തുടങ്ങി. ഈ ജീവിതം കർത്താവിന് വേണ്ടി മാറ്റിവെക്കേണ്ട ആവശ്യകതയും ഒക്കെ പിന്നീടാണ് മനസ്സിലായത്. അതൊന്നും പെട്ടെന്നുണ്ടായ ഒരു ഇതല്ല, ദൈവം തന്നെ പഠിപ്പിക്കുകയായിരുന്നു. അതെ, പഠിപ്പിക്കുകയായിരുന്നു. ദൈവം തന്നെ ഓരോ അനുഭവങ്ങളിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശുശ്രൂഷ ജീവിതത്തിൽ ആദ്യമൊക്കെ ഞാൻ ഒത്തിരി എനിക്ക് മനസ്സിലാവാതിരുന്നെങ്കിലും എപ്പോഴെങ്കിലും പ്രിയ അങ്ങനെ ആദ്യമൊക്കെ ഇതിൻ്റെ ഇത്രയും ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ഒന്നും അറിയാൻ പാടാത്തൊരു
സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു, ഇത്രയും കിടന്ന് മരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. പിന്നെ സമ്പത്തിൻ്റെ കാര്യമാണേലും എല്ലാം കർത്താവിന് വേണ്ടി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരുന്നു. പക്ഷെ ഞാൻ പിന്നീടൊന്ന് നോക്കിക്കണ്ടു, ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ ആ സംരക്ഷണമൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടുന്നത് ഭയങ്കരമായിട്ട് ഞാൻ കണ്ടു, അനുഭവിച്ചു. അതിൻ്റെ ഒരു പിന്നീട് എനിക്ക് അതെല്ലാം സ്വീകരിക്കാൻ പറ്റി. പിന്നീട് ദൈവാനുഭവം ഉണ്ടായത് അങ്ങനെ തന്നെയാണ്, ദൈവം തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. നമുക്കിനി അകത്തിരുന്ന് സംസാരിക്കാൻ പ്രിയ. ഇന്ന് കഷ്ടതയുടെ ദിനരാത്രങ്ങൾ ശിഷ്ടമായി ജീവിതത്തിൽ അവശേഷിക്കാതെ പുതിയ ഉണർവിൻ്റെ അരുണിമ പകർന്ന് ദൈവത്തിൻ്റെ സ്നേഹസ്പർശം ഏറ്റുവാങ്ങി പ്രിയ എൽവിസ്. ദൈവിക ചേതനയുടെ കരുത്തും സംരക്ഷണവും പ്രിയ തൻ്റെ ജീവിതം കൊണ്ട് എഴുതി ചേർത്ത് ലോകരോട് പറയുന്നത് വിശ്വാസ തീഷ്ണഭാവങ്ങളുടെ ആരോഹണ അവരോഹണങ്ങളെക്കുറിച്ചാണ്. സമൂഹത്തിനെതിരായിട്ടുള്ള ഈ ജീവിതം നയിക്കുമ്പോൾ പ്രിയക്കുണ്ടായ ആശങ്കകളൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ഇതൊരു വലിയ ചാലഞ്ച് തന്നെയാണ്. സമൂഹത്തിൽ നിന്ന് ഒത്തിരി എതിർപ്പുണ്ട്, ഒത്തിരി പേടിപ്പിക്കുന്നുണ്ട് നമ്മളെ. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞും പിന്നെ കുട്ടികളുടെ ഭാവി പറഞ്ഞും ഇത്ര മക്കളുണ്ടായ എന്തായിരിക്കും, എവിടെ ചെന്നെത്തും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഒത്തിരി ഭയപ്പെടുത്തും. പക്ഷേ ശരിക്കും ഒത്തിരി ജീവിതാനുഭവങ്ങളാണ് എന്നെ ഇതെല്ലാം പഠിപ്പിച്ചത്. ദൈവം നമ്മളെ പ്രൊവൈഡ് ചെയ്യും, എന്തൊക്കെ ആണെങ്കിലും ദൈവം നമുക്കെല്ലാം പ്രൊവൈഡ് ചെയ്യും എന്നുള്ളൊരു അനുഭവം. ഞാനൊരു ചെറിയ അനുഭവം പറയാം. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെല്ലാം തീരെ കുഞ്ഞായിരുന്നു. ആ സമയങ്ങളിലെല്ലാം നമുക്ക് ഒന്നും തന്നെ സാമ്പത്തികമായിട്ട് ഇല്ലാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അൽച്ചേട്ടൻ രാവിലെ ഓഫീസിൽ പോകുന്ന ഇന്ത്യയിൽ ഒട്ടും തന്നെ പൈസ ഇല്ല അരി വാങ്ങിക്കാൻ. അപ്പം ഞാൻ അൽച്ചേട്ടനോട് ചോദിച്ചു, ഇന്ന് അരിക്ക് പൈസ ഒന്നുമില്ല എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു. ആകെ ഒരാൾ എൻ്റെ അടുത്ത് ഉത്തരം പറഞ്ഞാൽ അത് ദൈവം തരും. ഞാൻ വിചാരിക്കുക, ദൈവം എങ്ങനെയാണ് പൈസ തരിക, എങ്ങനെ അരി കൊണ്ടുവന്ന് തരിക, ഇങ്ങനെ ഞാൻ ഒത്തിരി ചിന്തിച്ചു. ഒന്നും വേണ്ടിയില്ല, ഇത്ര പറഞ്ഞുള്ളൂ, നീ പ്രാർത്ഥിച്ചോ ദൈവം തന്നിരിക്കും എന്ന് പറഞ്ഞ് അങ്ങ് പോയി. വിശ്വാസം. അതെ, പക്ഷേ ഞാൻ അന്നേരം അത്ര വളർന്നിട്ടില്ല. പക്ഷേ ഞാൻ മുട്ടിപ്പായ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഒരു വഴിയില്ല, പിള്ളേർ പട്ടിണി ആവരുത്, ദൈവം തന്ന മക്കളാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു 3 കൊന്ത ഞാൻ എത്തിച്ചു മാതാവിനോട്. അത് കഴിഞ്ഞ് എനിക്കൊരു ഫോൺ വന്നു. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ താഴേന്ന് ഓണർ വന്നിട്ട് പറഞ്ഞു ഒരു ഫോൺ ഉണ്ടെന്ന്. ഞാൻ പോയി ഫോൺ എടുത്തപ്പം ശരിക്കും എൻ്റെ ഡാഡിയാണ് വിളിച്ചത്. ഡാഡി പറഞ്ഞു, എടീ ഞാൻ നിനക്കൊരു സാധനം താഴെ ഒരു സഞ്ചി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്, അത് ഒന്ന് മേളിലോട്ട് എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാനൊന്ന് മാർക്കറ്റിൽ പോയപ്പം പെട്ടെന്ന് നിനക്ക് വേണ്ടി കുറച്ച് വാങ്ങിക്കണമെന്ന് തോന്നി, അതേ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഓടിപ്പോയി താഴെ പോയപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് എന്താവശ്യമുണ്ടോ അത് കർത്താവ് ഒരു സഞ്ചിയിലാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അന്ന് ശരിക്കും അത് അൽവച്ചേട്ടൻ രാവിലെ പറഞ്ഞിട്ട് പോയത് ശരിക്കും ഞാൻ അത് അനുഭവിച്ചത് അപ്പോഴായിരുന്നു. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കർത്താവ് പട്ടിണി കിടക്കാൻ അനുവദിക്കില്ല. കർത്താവിന് വേണ്ടി അത് മത്തായി 6:33 അങ്ങനെയാണല്ലോ പറയുന്നത്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കും. ഒരു അഡ്വക്കേറ്റായ പ്രിയ കരിയർ പോലും വേണ്ടെന്ന് വെച്ച് 13 മക്കളെ ഉദരത്തിൽ വഹിക്കുകയും 6 മക്കൾക്ക് ജന്മം നൽകുകയും ഈശോയുടെ വലിയ സമ്മാനത്തെ ഇപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗർഭിണിയാണ്. എത്ര മാസമായി പ്രിയ? 5 കാത്തിരിക്കുന്നു. ഇത്രയും മക്കളെ സ്വീകരിക്കാനായിട്ടുള്ള വലിയ ബോധ്യം എങ്ങനെയാണ് പ്രിയക്ക് കിട്ടിയത്? കർത്താവിൻ്റെ ദാനമാണ് മക്കൾ എന്നൊക്കെ ശരിക്കും ബോധ്യപ്പെട്ട പടിപടിയായിട്ടാണ്. ഒരു 4ാമത്തെ മക്കളൊക്കെ ആയപ്പോഴാണ് എനിക്കത് ബോധ്യപ്പെട്ടത്. പക്ഷെ അതിനേക്കാൾ ഉപരി ആദ്യം ഇത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. ഉൽപ്പത്തി 1:28 പറയുന്നുണ്ട്, സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുകി ലോകത്തെ കീഴടക്കുക. അത് ദമ്പതികളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹിതം അതാണ്. അതെനിക്ക് മനസ്സിലായി. വലിയൊരു ബോധ്യത്തിലല്ലെങ്കിൽ പോലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറായി. അതിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു വില കൊടുക്കണം, കർത്താവിന് വേണ്ടി നമ്മൾ ഒരു വില കൊടുക്കണം, അല്ലാതെ നമുക്കൊന്നും നേടാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ കരിയറും എൻ്റെ സ്വപ്നങ്ങളും എല്ലാം ഞാൻ മാറ്റിവെച്ചു. തീർച്ചയായിട്ടും ഒരമ്മയാകാന്ന് വെച്ചാൽ നമുക്ക് ജോലിയും ഈ കുടുംബജീവിതത്തിൽ ഇത്രയും മക്കളും അത് ഒരുമിച്ച് കൊണ്ടു നടക്കുക. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? പാരൻസോ വീട്ടിലാരെയും? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് കുറേ മക്കളായപ്പോൾ
ആർക്കും അവരുടെ ഒരു അവർ നിർത്താനൊക്കെ പറയുമായിരുന്നു. പക്ഷെ നമ്മൾക്ക് നമ്മൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, ഒരിക്കലും അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജീവന് വേണ്ടി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും പിന്നീട് സഹായങ്ങളെല്ലാം എല്ലാവരുടെയും കുറയും, സമൂഹത്തിൻ്റെയും കുറയും, പേരൻസിൻ്റെയും കുറയും, എല്ലാവരുടെയും കുറയും. പേടിപ്പിക്കും, ആരോഗ്യം നഷ്ടപ്പെടും. അതെ അതെ. അപ്പോൾ ശരിക്കും കർത്താവ് തന്നെയായിരുന്നു സഹായം. ജീവനുള്ള കർത്താവ് ഇറങ്ങി വന്ന് എന്നെ സഹായിച്ച പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. വയറ്റിലൊരു കുഞ്ഞ്, ഒക്കത്തൊരു കുഞ്ഞ്, താഴെ ഒരു കുഞ്ഞ്, അങ്ങനെയുള്ള എല്ലാവരും അത്ര ഗ്യാപ്പില്ല അല്ലേ, ഒരു 1.5 വയസ്സ് 2 വയസ്സ്. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ശരിക്കും നല്ല ദൈവാനുഭവത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഞാൻ പറയും ശരിക്കും ഒരു ഹണിമൂൺ ടൈമായിരുന്നു ഈശോയായിട്ട്. അതായിരുന്നു ശരിക്കും എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എൻ്റെ ലൈഫിൽ. ഞാൻ അനുഭവിച്ച ദൈവത്തോടു കൂടെയുള്ള ആ സഹനത്തിൽ ദൈവം എന്നെ സഹായിച്ച ആ നിമിഷങ്ങളായിരുന്നു ഏറ്റവും എൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ടത്. ഇന്നും അത് തന്നെയാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. പ്രിയ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മാലാഖമാര് പ്രിയയുടെ ചുറ്റുമുണ്ടായിട്ടുണ്ട്, അവർ വിശുദ്ധരുടെ ആ സാന്നിധ്യമൊക്കെ പ്രിയ അനുഭവിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രിയ അതൊക്കെ ഒന്ന് പറയാമോ? ഇത്രയും റിച്ച് ആയിട്ടുള്ളൊരു കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് ശരിക്കും ഞാൻ പറയും അൽഫോൻസാമ്മയൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി ഞാൻ ഓർക്കുന്നുണ്ട്, എൽവിസേട്ടൻ ദൂരെ പോകുന്ന ശുശ്രൂഷയ്ക്കായി ദൂരെ പോകുന്ന സമയങ്ങളിലെല്ലാം എന്തെല്ലാം ചെയ്യണം, പിള്ളേരുടെ എന്ത് വിട്ടുപോയി, എന്ത് ജോലി വിട്ടുപോയി, അതുവരെ എന്നെ ശരിക്കും അൽഫോൻസാമ്മ ഓർമ്മിപ്പിച്ച് തന്നിട്ടുണ്ട്. ഞാൻ പറയും വീടിനകത്ത് മുഴുവനും വിശുദ്ധരും മാലാഖമാരുമായിരുന്നു ആ സമയത്ത്. പിള്ളേർ തീരെ കുഞ്ഞുങ്ങളെ അവരെ സംരക്ഷിക്കണേന്നൊക്കെ പറയുമ്പോൾ ശരിക്കും സംരക്ഷണം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല ഇത്. നമുക്ക് ഒരു കൊച്ചിനെ പോലും നല്ല 1-2 നമുക്ക് നോക്കാൻ പറ്റും, പിന്നെ 3-4 കഴിഞ്ഞ് അത് പറഞ്ഞ നമ്മൾ ശരിക്കും കർത്താവിൽ ആശ്രയിക്കാൻ നമ്മൾ പഠിക്കും. അതാണ് ശരിക്കും കുറേ മക്കളുണ്ടായപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം. ശരിക്കും മാലാഖമാരുടെ ഒരു സാന്നിധ്യവും വിശുദ്ധരുടെ സഹായവും അവരുടെ മധ്യസ്ഥവും എല്ലാം ശരിക്കും അനുഭവിച്ചറിയായിരുന്നു. എന്നാൽ നമുക്കിനി ഒരു ചായയാവാം. ജീവന്റെ സ്പന്ദനങ്ങൾ രൂപമെടുക്കുമ്പോൾ തന്നെ ഒരമ്മ അതീവ സ്നേഹവാത്സല്യത്തോടെ ഉദരത്തിൽ കൈവച്ച് ദൈവചൈതന്യത്തെ ആവാഹിക്കാൻ ശ്രമിക്കും. ഭ്രൂണത്തിൽ ഉരുവായ 6 ജീവനുകളെ കർത്താവ് ചോദിച്ചു വാങ്ങിയപ്പോൾ അവരുടെ നിയോഗങ്ങൾ കർത്താവ് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് സമർപ്പണത്തിന്റെ തീഷ്ണതയിലൂടെ അവൾ സ്വയം തിരിച്ചറിയുന്നു. എങ്ങനെയാ പ്രിയ മക്കളുടെ പഠിത്തവും കാര്യങ്ങളും കുടുംബം എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണേ? ദൈവമായിരുന്നു കുടുംബം നടത്തിയെന്ന് തന്നെ പറയാം. ശരിക്കും ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. പരിപൂർണമായും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ആ ഒരു പഠന സമയമായിരുന്നു അത്. ശരിക്കും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ 8ാമത്തെ പ്രഗ്നൻസിയിൽ മുഴുവൻ നേരവും ഞാൻ കിടപ്പായിരുന്നു. എനിക്ക് ബ്ലീഡിങ് ആയിട്ട് ഞാൻ കിടപ്പായിരുന്നു. ആ ടൈമിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് പോകേണ്ട ഒരു അവസരം വന്നു. അപ്പോൾ എല്ലാവരും എതിർത്ത്, ഈ ഒരു സമയത്താണോ, ഓസ്ട്രേലിയയിൽ പോകണമായിരുന്നു 2 മാസത്തേക്ക്, അപ്പോൾ ഈ ഒരു സമയത്താണോ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ദൈവം പരിപാലിക്കും. അതൊരു ശരിക്കും അത് കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഇപ്പോഴും എൽവിസേട്ടൻ ഇല്ലാത്ത സമയത്ത് മക്കളുടെ കാര്യങ്ങളും എല്ലാം എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന ഈ പറഞ്ഞ അൽഫോൻസാമ്മയും വിശുദ്ധന്മാരും എല്ലാവരും ആയിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ഓർക്കുന്നുണ്ട്, പല അവസരങ്ങളിലും മക്കൾക്കെല്ലാം ഓരോ വിശുദ്ധന്മാരെ കൊടുത്തിരിക്കുക. ഓരോ വിശുദ്ധന്മാരാണ് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എളുപ്പമായിരുന്നു. പഠനകാര്യമാണെങ്കിലും അവരുടെ ആരോഗ്യകാര്യമാണെങ്കിലും അവരുടെ സ്വഭാവത്തിൻ്റെ ഒരേ കുറവുകളും എല്ലാം ഈ വിശുദ്ധന്മാരാണ് ശരിക്കും നികത്തിക്കൊണ്ടിരുന്നത്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. വലിയൊരു വില കൊടുത്തിട്ടുണ്ട് പ്രിയ അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ ശുശ്രൂഷകൻ്റെ പുറയിലുള്ള ശക്തി ഭാര്യയാണ്. പ്രിയയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുമോ പ്രിയ? എൻ്റെ 5ാമത്തെ മിസ്കാരേജിൻ്റെ സമയത്തെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ റെഡിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ശരിക്കും ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത ഒരു സമയമായിരുന്നു. എൽവിസേട്ടന് പോകേണ്ടി വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു പോട്ടേന്ന് ചോദിച്ചു. പക്ഷെ ആ സമയത്ത് മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രിയ ബ്ലീഡിങ് ആണോ അതോ എങ്ങനെ അറിയുന്നത്? അത് ഹാർട്ട് ബീറ്റ് നിന്ന് പോയതാണ്. 6 മാസത്തിൽ കുഞ്ഞുമാവയ്ക്ക് ഹാർട്ട് ബീറ്റ് ഇല്ലാതായി. ഒരു ഡെലിവറി പോലെ തന്നെ ആയിരുന്നു ശരിക്കും. അപ്പോൾ അതൊരു റിസ്കി സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു.
അപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, കുഴപ്പമില്ല, ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അമ്മയൊക്കെ ഉണ്ടായിരുന്നു കൂടെ, എങ്കിൽ പോലും ഹസ്ബൻഡുള്ള പോലെ ആവില്ലല്ലോ. അങ്ങനെ അങ്ങനെ ഞാനൊന്ന് പറഞ്ഞു വിട്ടു. ദൈവമായിരുന്നു ശരിക്കും പരിപാലിച്ചത്, ശക്തി തന്നതെന്ന് തന്നെ പറയാം. ആ ഒരു സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയമാണ് അതെല്ലാം. അതുപോലെ തന്നെ ഒരു അനുഭവമായിരുന്നു എൻ്റെ 12ാമത്തെ മിസ്കാരേജിൻ്റെ സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. അന്ന് പക്ഷേ ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത ഒരു സമയം തന്നെയായിരുന്നു. അന്ന് വീട്ടിലായിരുന്നു. കുഞ്ഞുവാവ് മരിച്ചു എന്ന് അറിഞ്ഞു. ഡോക്ടർ ബ്ലീഡിങ്ങിന് മരുന്ന് തന്നു, എന്നിട്ട് വീട്ടിലോട്ട് വിട്ടു. ഏത് സമയത്തും എന്ത് സംഭവിക്കാമെന്നുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അന്ന് ഇങ്ങനെ ഒരു ശുശ്രൂഷ വന്ന് നിൽക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് ആരുമില്ല. അന്ന് പാരൻസ് ഉണ്ടായിരുന്നു, ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ഇന്ന് ആരുമില്ലായിരുന്നു, കുട്ടികൾ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും ആരുമില്ലാത്ത സമയത്തായിരുന്നു എനിക്ക് ബ്ലീഡിങ് തുടങ്ങിയത്. ആരും തന്നെ ഇല്ലായിരുന്നു എന്നറിയാം. ഞാൻ തന്നെ പോകേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു, നിലത്തും ഒക്കെ. എന്താണേലും ആ ഒരു സമയത്തൊരു ഭയങ്കര ഒരു ധൈര്യവും ഭയങ്കര ഒരു സമാധാനവും വിശുദ്ധന്മാരുടെ വലിയൊരു സാന്നിധ്യമൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്കും സ്വർഗം ഇറങ്ങി വന്നു എന്ന് തന്നെ പറയാം. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു, ഒരു വലിയൊരു ദൈവാനുഭവമായിരുന്നു. ഇങ്ങനെ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും പ്രിയ തടഞ്ഞിട്ടുണ്ടോ? അത് എൽവിസ് പോകണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ? ഉണ്ട്, ശുശ്രൂഷയ്ക്ക് തടഞ്ഞ സമയങ്ങളും ഉണ്ട്. മുമ്പ് ആദ്യകാലങ്ങളിലെല്ലാം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും എല്ലാം ശുശ്രൂഷകളെ ഏറ്റെടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പോകണ്ട, ഞാൻ ഒറ്റയ്ക്കല്ലേ, എല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ആരെങ്കിലും ഒരു ധൈര്യം, ഒരു സഹായം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ പലതും തടഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ 7ാമത്തെ പ്രഗ്നൻസിയിൽ ഞാൻ 1-2 ശുശ്രൂഷകൾ ഇതുപോലെ തടഞ്ഞു. വേണ്ട, എടുക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തില്ല. അപ്പം ഞാൻ ലോകം പറയുന്നത് കേട്ടുപോയി. കാരണം നമ്മളും കുറച്ച് സൂക്ഷിക്കണം. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടേതായ ഒരു കുഞ്ഞിനൊരു കെയർ കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പല ശുശ്രൂഷയും വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിലിരുത്തി. ഞാൻ വിചാരിച്ചു അപ്പോഴെല്ലാം അതാണ് സംരക്ഷണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആ ഒരു 7ാമത്തെ പ്രഗ്നൻസിയിൽ പിന്നെ എനിക്ക് മിസ്കാരേജ് ഉണ്ടായി, ബ്ലീഡിങ് ആയി, ആ കുഞ്ഞുവാവയെ നഷ്ടപ്പെട്ടു. അന്ന് എനിക്ക് മനസ്സിലായി സംരക്ഷണം ദൈവമാണ് തരുന്നത്, അല്ലാതെ നമ്മളൊന്നും കാത്താലൊന്നും ഒന്നും ആവില്ല. ശരിക്കും സംരക്ഷണം ദൈവം തന്നാലേ സംരക്ഷണം ഉള്ളൂ എന്നുള്ളൊരു ബോധ്യം ആ സമയത്ത് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ 8ാമത്തെ പ്രഗ്നൻസിയിൽ ഞാൻ ശരിക്കും അങ്ങ് വിട്ടുകൊടുത്തു. 2 മാസം ഓസ്ട്രേലിയയിലായിരുന്നു. ആ ഒരു ടൈമിൽ ഞാനാണെങ്കിൽ ബ്ലീഡിങ് ആയിട്ട് കിടപ്പായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഒരു ശക്തിയായിരുന്നു. ഞാൻ പറഞ്ഞു ഒരിക്കലും ശുശ്രൂഷ ജീവിതത്തിൽ നമ്മൾ തടസ്സം പെടുത്താതെ ഒരിക്കലും നടന്നിട്ടില്ല. കാരണം അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ദൈവമാണ് സംരക്ഷിക്കുന്നത്, അല്ലാതെ ഭർത്താവ് കൂടെ ഉണ്ടായതുകൊണ്ടൊന്നും കൊച്ചു പോകാതിരിക്കുകയോ ഒന്നുമില്ല. ദൈവമാണ് പരിപാലിക്കുന്നത് എന്നുള്ളൊരു വലിയ ബോധ്യം ആ സമയത്ത് ദൈവം എനിക്ക് തന്നു. പിന്നെ ഈ 6 മക്കൾ, അവരുടെ ഭാവി ഒരു അമ്മ എന്ന നിലയിൽ പ്രിയയ്ക്ക് ശരിക്കും ഒത്തിരി ആങ്സൈറ്റീസ് ഉണ്ടാവും. അതായത് മക്കളുടെ പഠിത്തം, അവരെ നല്ല പ്രൊഫഷനിൽ എത്തിക്കണം, അവരുടെ കല്യാണം കഴിപ്പിച്ച് വിടണം, അങ്ങനത്തെ അവർക്ക് സെക്യൂരിറ്റി അങ്ങനെ എന്തെങ്കിലും കരുതി വെക്കണം, അങ്ങനെയൊക്കെ. അങ്ങനെ വല്ല ചിന്തകളും മനസ്സിനെ അകലപ്പെടുത്തിയിട്ടുണ്ടോ? ആകുലതകളുണ്ടായിരുന്നു ആദ്യകാലങ്ങളിലെല്ലാം. ശരിക്കും ആൾക്കാർ പേടിപ്പിക്കുമ്പോഴും അങ്ങനെ എന്താണ് നിങ്ങളിങ്ങനെ 4 പെൺപിള്ളേരാണ്, മൂത്ത മോളാണ്. അതെ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഉണ്ടാകുന്നതിന് മുമ്പേ കെട്ടിക്കുന്ന ഒരു സെക്യൂരിറ്റി കരുതുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ലോകം തരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഉത്കണ്ഠ തരുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു ഒരിക്കലും അത് കർത്താവിലാണ് സെക്യൂരിറ്റി നമ്മൾ തേടേണ്ടത്, നിക്ഷേപം അവിടെയാണ്. അല്ലാതെ നമ്മളൊന്നും കൂട്ടി വെച്ചിട്ട് ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല എന്നുള്ളൊരു ആ ബോധ്യം കിട്ടിയതിനനുസരിച്ച് തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. ഇനി മുതൽ ഞങ്ങളുടെ ഫാമിലി കുടുംബത്തിലുള്ള ആരും സ്വർണ്ണം ഉപയോഗിക്കില്ല എന്ന്. അങ്ങനെ സ്വർണം മാറ്റി വെച്ചു. എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ തിരിച്ചു കൊടുത്തു, തിരിച്ച് പാരൻസിനെ എല്ലാം ഏൽപ്പിച്ചു. വിലപിടിപ്പുള്ള എല്ലാ സാരികളും മാറ്റി. അങ്ങനെ കർത്താവിന് വേണ്ടി അതെല്ലാം മാറ്റി വയ്ക്കുകയായത്. ഒന്നിനോടും വെറുപ്പുണ്ടായിട്ടോ ഒന്നുമല്ല, എല്ലാം നല്ലതെന്ന്. പക്ഷേ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഒരു കഷ്ടം വേണ്ടാന്ന് വെച്ചു.
അത് അല്ല, ആശ്രയം മുഴുവൻ ദൈവത്തിൽ. അതെ, കർത്താവിൽ ആശ്രയിക്കാൻ. ഇപ്പോഴത്തെ എല്ലാവരുടെയും സെക്യൂരിറ്റി. കുറച്ച് സ്വർണ്ണം ഉണ്ടല്ലോ, അത് മൂത്ത മോൾക്ക് വേണ്ടി കൊടുക്കാം, അങ്ങനെ സൂക്ഷിച്ചു വെക്കും. പക്ഷെ എല്ലാം ദൈവത്തിന്. അതെ അതെ, അത് അതിലെ സെക്യൂരിറ്റി കാണാതെ, സ്വർണത്തിലോ പൈസയിലോ ബാങ്ക് ബാലൻസിലോ ഒന്നും സെക്യൂരിറ്റി കാണാതെ പരിപൂർണമായി കർത്താവിൽ ആശ്രയിക്കണമെങ്കിൽ നമ്മൾ ഇതങ്ങ് വിട്ടുകൊടുക്കണം. ഇതങ്ങ് കൊടുത്താൽ മാത്രമേ ആ ഒരു ഫ്രീഡം കിട്ടുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് എന്ന് പറയാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ അവിടെ ഇവിടെയും ഒരു. അതെ അതെ, നമ്മുടെ പിടുത്തം എപ്പോഴും അവിടെ ആയിരിക്കും. അങ്ങനെ ഒരു വിടുതലായിരുന്നു അത്. ശരിക്കും ജീവിച്ചു വന്നപ്പോഴേക്ക് അത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്നൊരു ഫ്രീഡം കിട്ടി. കംപ്ലീറ്റ് സെക്യൂരിറ്റി കർത്താവിൽ നിന്ന് മാത്രമാണെന്നുള്ള ഒരു വലിയ ബോധ്യമായിരുന്നു ദൈവം തന്നത്. കരുതൽ ദ്രവ്യങ്ങൾ ഒന്നും കാത്തുവെക്കാതെ ദൈവിക ദർശനങ്ങളാണ് നാളെയുടെ അപ്പം എന്ന ബോധോദയത്തിൽ ജീവിതം മാറ്റി ഇവർ. ആ, എൽവിസ് വന്നല്ലോ. ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ സംസാരിക്കും, ഞാൻ പോയി ഒരു ചായ എടുത്തിട്ട്. ഞങ്ങൾ ചോദിച്ചു വന്നത് ഇതായിരുന്നു. ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് വേണ്ടി സമ്പാദ്യം കൂട്ടിവെക്കാൻ ഓടുന്ന മാതാപിതാക്കളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രിയയുടെ ഷെയറിങ്ങിലുണ്ടായിരുന്നു, അതായത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി കൂടി നിങ്ങൾ ഉപേക്ഷിച്ചു. അതിൻ്റെ പുറയിലുള്ള പ്രേരണശക്തി ഒന്ന് പറയാമോ? തുടക്കം മുതലേ ഈ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് സ്വർണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു സെക്യൂരിറ്റി മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു ഈ സ്വർണം ഒരു സെക്യൂരിറ്റി ആയിട്ട് വേണ്ട. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ആദ്യമേ തന്നെ ഉണ്ട് കുറേ മക്കൾ വേണം. ഇന്ന് പൊതുവേ സമൂഹത്തിൽ ഈ മക്കൾ ഓരോ പ്രസവവും മാതാപിതാക്കൾക്ക് വലിയൊരു ബേർഡനാണ്. കാരണം നമ്മളൊരു കൾച്ചറിൽ ഓരോ കുഞ്ഞും പ്രസവിച്ച് പോകുമ്പോൾ ഇത്ര സ്വർണ്ണം ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ച് ഈ സ്വർണം വെച്ചിട്ടുള്ളൊരു പരിപാടി വേണ്ട നമുക്ക്. 2, അതൊരു എല്ലാവരും കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് വെക്കണത്. എന്തില്ലെങ്കിലും അവസാനം അതിലെങ്കിലും വെച്ചിരിക്കാം. അപ്പോൾ അത് മാത്രം കൊടുക്കരുത് പറയാം. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം വേണ്ട. കാരണം ഒത്തിരി മക്കൾ വേണമെന്ന് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു. 2, ഇങ്ങനെയൊരു കൾച്ചർ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും മാതാപിതാക്കൾ മക്കൾ 2 പ്രസവം കഴിയുമ്പോൾ തന്നെ പറയും ഇനി വേണ്ട എന്ന് മാതാപിതാക്കളാണ് ബലം പിടിക്കുക. അതിൻ്റെ ഒരു കാരണം അവർക്കൊരു വലിയൊരു ബേർഡനാണ്. ഈ ഒരു 10 സ്വർണ്ണം പവൻ ഓരോ കുടുംബത്തിൻ്റെയും മഹത്വം അനുസരിച്ച് സ്വർണം കൂടുതലിടണം. അപ്പോൾ ആൾക്കാരത് കുറഞ്ഞു പോയാൽ ആൾക്കാർ അയ്യോ ഇത്രയല്ലെന്ന് പറയും. അപ്പോൾ അതൊരു ബേർഡൻ ആകുന്നത് ഒരു കാരണമാണ് മാതാപിതാക്കൾ റെസിസ്റ്റ് ചെയ്യുന്നത് മക്കളധികം വേണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കൾച്ചറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർണം വേണ്ടാന്ന് നിങ്ങൾ വെച്ചിരുന്നു. 2, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു വിഗ്രഹം പോലെയാണ്. ദൈവത്തിനേക്കാൾ ഉപരി ആശ്രയത്വം അതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു. പക്ഷെ അതിൻ്റെ ഒരു ഫലമായിട്ട് കുടുംബത്തിൽ ദൈവത്തിൻ്റെ പരിപാലന കാണാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ജോലിയിലൊക്കെ ഞാനൊക്കെ ആദ്യം ജോലി കയറുമ്പോൾ തന്നെ ഒരു 1000-1200 രൂപ സാലറിയിലാണ് ഞങ്ങളുടെ കുടുംബം ആരംഭിക്കണം. പക്ഷേ ഒരു 2-2.5 വർഷം കൊണ്ട് ഞാൻ ആ സ്ഥാപനം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയതാണ്. അവിടെ നിന്ന് ജനറൽ മാനേജറായി ഇന്ത്യയിലെ നമ്പർ 1 ജനറൽ മാനേജർ പൊസിഷനിലേക്ക് എത്തി. 50,000-60,000 രൂപ സാലറിയായി. അപ്പോൾ അത്രയും കാലഘട്ടങ്ങളിൽ ദൈവത്തിൽ ശരണം വെച്ചപ്പോൾ ദൈവം അത്രയും ഉയർത്തുകയാണ്. പിന്നെ ആ കമ്പനിയിൽ തന്നെ എനിക്കറിയാം ഞങ്ങൾ ഒത്തിരി കടബാധ്യതയുള്ള ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ 8 കോടി രൂപ കടമുണ്ടായിരുന്നു. പക്ഷേ ആ കടത്തിൽ നിൽക്കെ തന്നെ ഞാനൊരു കാറ് സെയിൽസിലാണ് പ്രത്യേകിച്ച് മിത്സുബിഷിയുടെ ലാൻസർ കാറിൻ്റെ ഒരു സെയിൽസ് ഡിവിഷനാണ്. അപ്പോൾ അതിൻ്റെ ജനറൽ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ഏകദേശം ഒരു 800-1000 കാറ് 1 രൂപ പോലും ഞങ്ങളിൽ ഇല്ലാണ്ട് വിൽക്കാനായിട്ട് ദൈവം ഹെൽപ്പ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായി മരുഭൂമിയിലൊക്കെ 40 വർഷം ഇസ്രായേൽ ജനത്തിനെ നടത്തിയ ഒരു ദൈവം, അതേപോലെ ഒരു അനുഭവം എൻ്റെ ബിസിനസ്സിലും ജോലിയിലൊക്കെ കാണാൻ സാധിച്ചപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം പരിപാലിക്കും എന്നുള്ള വലിയ ബോധ്യമായി. അപ്പോൾ അത് തന്നെ ഞങ്ങളെ ആ ജോലി റിസൈൻ ചെയ്യാനും ഒരു പ്രേരകമായി. അപ്പോൾ പ്രിയ അപ്പോഴത്തേക്കൊക്കെ അത് മനസ്സിലാക്കി ഞങ്ങൾ അത്രമാത്രം ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഒന്നുമില്ലായ്മയെന്ന് തുടങ്ങിയതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടും ജോലിപരമായിട്ടും പ്രൊഫഷണലി ഒക്കെ ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ ജോലി റിസൈൻ ചെയ്തപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് നിങ്ങളുടെ ഈ സാമ്പത്തിക മേഖല എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നത്? എങ്ങനെ അത് ഈ പറഞ്ഞതുപോലെ എല്ലാവരും ജോലിയിലാണ് എല്ലാവർക്കും ഒരു ആശ്രയിക്കുന്നത്. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ നശ്വരമായ അപ്പം അധ്വാനിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അത് ദൈവമാണ് തരേണ്ടത് നശ്വരമായ അപ്പം. നമ്മളോട് അധ്വാനിക്കാൻ പറഞ്ഞിരിക്കുന്നത് നിത്യജീവൻ്റെ അപ്പനത്തിന് വേണ്ടിയിട്ട്.
അപ്പം നമ്മുടെ ജോലിയും ശുശ്രൂഷയൊക്കെ നിത്യജീവൻ പ്രാപിക്കാനുള്ള മറ്റുള്ളവരെ ആത്മരക്ഷയ്ക്ക് കൂടിയിട്ടുള്ള ഒരു മേഖലയാണ്. നമുക്ക് ജോലിയല്ല ദൈവം, ശുശ്രൂഷയാണ്. അപ്പം അങ്ങനെ അത് കണ്ടപ്പം ദൈവം അത്ഭുതകരമായിട്ട് ആ ബിസിനസ്സിലൊക്കെ ഇടപെടുന്ന കാണണം. അപ്പം ഒരു രൂപ പോലും ഡെപ്പോസിറ്റ് ഇല്ലാണ്ട് 800,000 കാറ് വിൽക്കുന്ന ഏകദേശം 100 കോടി രൂപയുടെ 1000 കോടി രൂപയുടെ ബിസിനസ്സാണ് ചെയ്യുന്നത് 3 വർഷം കൊണ്ട്. അത്രയും ദൈവം ഒന്നുമില്ലായ്മ നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ജോലി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലായി. കാരണം ഗോഡ് വിൽ പ്രൊവൈഡ്, ഡെഫിനറ്റ്ലി പ്രൊവൈഡ്. പഴയ നിയമത്തിലൊക്കെ പറയുന്ന ആ ദൈവത്തെ ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു. മരുഭൂമിയിൽ 40 വർഷം ഒരു ജനത്തെ പരിപാലിച്ച ദൈവം, ഒന്നുമില്ലായ്മ ദൈവം പരിപാലിക്കുന്ന ബോധ്യം. അപ്പോൾ പ്രിയയ്ക്കും അതൊരു വലിയ അനുഭവമായതുകൊണ്ട് ആ ജോലി ഞങ്ങൾ റിസൈൻ ചെയ്യുന്ന സമയം വന്നപ്പോൾ കർത്താവിന് വേണ്ടി ഇനി ഇറങ്ങണം. അത്രമാത്രം ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ ദൈവത്തിന് പകരം എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ആശയത്തിലാണ് ഞങ്ങൾ രണ്ടുപേരോട് തീരുമാനിച്ചു. ഇപ്പോൾ ഫുൾ ടൈം ഇതിലേക്ക് ഇറങ്ങണം. അപ്പോഴും ദൈവം പ്രൊവൈഡ് ചെയ്യണം, പല വ്യക്തികളിലൂടെ ഞങ്ങളെ പ്രൊവൈഡ് ചെയ്യണം. ഏറ്റവും വലിയ ഒരു പ്രൊവിഷൻ ഞങ്ങളുടെ പേരൻസ് തന്നെയാണ്. ദേ ആർ സപ്പോർട്ടിങ് അസ്. എൻ്റെ അപ്പൻ, അമ്മ, ബ്രദർ, പിന്നെ എന്നെ വെൽഫെയർ ചെയ്യുന്ന സ്നേഹമുള്ള ഒത്തിരി പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രൊവിഷനിൽ നിന്ന് പോകുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ സ്വന്തമായി ഒരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു, ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പ്. അവിടെ ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടി വരുന്നപ്പോൾ ദൈവം ആവശ്യത്തിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുടെ കൂടെ ഏകദേശം ഒരു 10-15 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അതിലൊരു 10-30 പിള്ളേരുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഞങ്ങളിങ്ങനെ വളർന്നു വരുമ്പോൾ ദൈവം അവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ബിസിനസ്സിൽ എനിക്ക് കിട്ടിയ ഒരു ധൈര്യമാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ ദൈവം 1000 കോടി രൂപയുടെ ഒരു ബിസിനസ് ചെയ്യാൻ ദൈവം തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു ഭയമുണ്ടായില്ല. അപ്പോൾ അത് പ്രിയയും കണ്ടു. അപ്പോൾ പ്രിയയ്ക്കും അതൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ ചോദിച്ച് റിസൈൻ ചെയ്ത് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ പേടിയുണ്ടോയെന്ന് ചോദിച്ചു. പേടിയൊന്നുമില്ല, ദൈവം തന്നോളെന്നുള്ള വലിയ ഒരു ബോധ്യത്തിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പം നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. എന്തായാലും എൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരി ഒരു വില കൊടുത്ത ആളാണ്. അതിൻ്റെ പുറകിൽ ഒരു ബാക്ക് ബോണായിട്ട് നിന്ന ആളാണ്. പ്രിയയുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു മിനിസ്ട്രി ഇങ്ങനെ ഡെവലപ്പ് പോകാൻ പറ്റിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ വിശദങ്ങൾ ഇനി നിങ്ങളെ സംസാരിക്കുക കേട്ടോ. ബാക്കി ഞാൻ അത്യാവശ്യമായിട്ട് ഇറങ്ങിയിട്ട് വരാം. നാഥ, കറുത്തിരുണ്ട കാലത്തിൻ്റെ കിതപ്പുകൾ നീ അറിയുന്നുവല്ലോ. വേദനമുറ്റുന്ന ഈ ജനതയുടെ നെടുവീർപ്പുകൾ നീ കാണുന്നുവല്ലോ. നാഥ, തീരാ ദുഃഖത്തിൻ്റെ ഭാണ്ഡങ്ങൾ പേറുന്ന ഞങ്ങളെ നീ നിന്റെ തിരുഹൃദയ സ്പന്ദനത്താൽ ജ്വലിപ്പിക്കണമേ.